മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണമാമിസ് ആണ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെ കഴിഞ്ഞു എന്നുള്ള ഒരു ഫീലിലേക്ക് വരരുത്. നമുക്ക് ആകെ കഴിഞ്ഞത് നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ആണ്. കുറെ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞൊരു ഫീൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കിനി ആനുവൽ എക്സാം വരാനുണ്ട്. ആനുവൽ എക്സാമിനാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കേണ്ട ഒക്കെ സമയമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സൈലത്തിന്റെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണുക. ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യെസ്റ്റർഡേ ആൻഡ് നൗ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളല്ലേ ഇപ്പൊ പഠിക്കാനുണ്ടാവും. അപ്പൊ നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ സൈലം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇനിയിപ്പോ 4 കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 5ാം ക്ലാസ്സിലും നിങ്ങളുടെ കൂടെ തന്നെ സൈലം ഉണ്ടാവും. അപ്പൊ സൈലത്തിലേക്ക് 5ാം ക്ലാസ്സിലുള്ള അഡ്മിഷനൊക്കെ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈലം എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ട് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഒപ്പം ഒരു സ്മാർട്ട് വാച്ചും സമ്മാനമായിട്ട് ഉണ്ടാവും ഭാഗ്യശാലികൾക്ക്. അപ്പം വേഗം തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട് എന്നുള്ളതും, മേയേഴ്സ് ഉള്ള കോർപ്പറേഷൻ ഉണ്ട് എന്നും, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇതുപോലത്തെ ഒരു ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറയുന്നത്? നോക്കിക്കേ, നിങ്ങൾ ഒരു വാർഡിന്റെ പരിധിയിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രദേശത്തിന്റെ പൊതുവായ ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന ജനകീയ കൂട്ടായ്മയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഗ്രാമസഭയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് പ്രതിനിധികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പറയുന്നുണ്ടാവും അല്ലെ, നമ്മളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ കാരണം? ഒരു ഗ്രാമസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള വോട്ടർമാരാണ് അല്ലെ, അവിടെയുള്ള വോട്ടർമാരാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്താ, മക്കൾക്ക് 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നഗരപ്രദേശങ്ങളിൽ നമ്മൾ ഗ്രാമസഭ എന്നാണോ പറയാ? അല്ല. നഗരപ്രദേശങ്ങളാകുമ്പോൾ നമ്മൾ ഇവയെ എന്തു പറയും? വാർഡ് സഭ എന്നാ പറയാ. എന്താ നമ്മൾ പറയാ? വാർഡ് സഭ എന്നാണ് പറയുക. അപ്പൊ ഗ്രാമസഭ ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നഗരപ്രദേശങ്ങളിലാണ് വാർഡ് സഭ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ എല്ലാ വോട്ടർമാരും എന്തായിരിക്കും, അവിടെ അംഗങ്ങളായിരിക്കും. സ്ഥിരം എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത് അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണത്തലവനും ആരാണെന്നുള്ളത്. അപ്പൊ നോക്കിക്കോളൂ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയാറ്. പഞ്ചായത്തിന്റെ തലവൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഗ്രാമങ്ങളെക്കാൾ കുറച്ചുകൂടെ വലിയ പട്ടണങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെയാണ് മുനിസിപ്പാലിറ്റി ഉണ്ടാവുക. ഈ മുനിസിപ്പാലിറ്റിൻ്റെത് ചെയർപേഴ്സൺ ആണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെത് ആരായിരിക്കും? മേയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര കോർപ്പറേഷൻസ് ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? കേരളത്തിൽ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. എത്ര ഗ്രാമപഞ്ചായത്തും എത്ര മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് അറിയാവോ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സുകളിൽ വരിക. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ എപ്പോഴാണ് ഉണ്ടാവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ അല്ലെ, നമ്മുടെ പ്രതി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിലും കൂടെ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈലത്തിനോടൊപ്പം പഠിക്കാം. UP സെക്ഷനിലേക്കാണല്ലേ നിങ്ങൾ 5ാം ക്ലാസ്സിൽ കയറാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ നിങ്ങൾ LP ക്ലാസ്സിലെ കുട്ടികളായിരുന്നു അല്ലെ. ഇപ്പൊ UPയിലേക്ക് എത്തുകയാണ്. ഓരോ ചുവടും അടിപൊളിയായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. സോ സീ യു ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ബൈ.